ആഗോളതലത്തിൽ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനവ്. പ്രധാനമായും ഏഷ്യ, അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് വിശ്വാസികളുടെ എണ്ണത്തിൽ പുത്തൻ ഉണർവ് എന്ന് ഫീദസ് വാർത്താ ഏജൻസി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ജനങ്ങൾക്കിടയിൽ പ്രത്യാശയുടെ മിഷണറിമാർ എന്ന വിഷയത്തിൽ 2025 ഒക്ടോബർ 19 ഞായറാഴ്ച ആഘോഷിക്കുന്ന 99ാമത് ലോക മിഷൻ ദിനത്തോടനുബന്ധിച്ച് ആഗോള കത്തോലിക്ക സഭയുടെ ലഭ്യമായ സ്ഥിതിവിവര കണക്കുകളാണ് ഫീദസ് വാർത്താ ഏജൻസി പ്രസിദ്ധീകരിച്ചത്. ജനങ്ങൾക്കിടയിൽ പ്രത്യാശയുടെ മിഷണറിമാർ എന്ന വിഷയത്തിൽ 2025 ഒക്ടോബർ 19 ഞായറാഴ്ച ആഘോഷിക്കുന്ന 99ാമത് ലോക മിഷൻ ദിനത്തോടനുബന്ധിച്ച് ആഗോള കത്തോലിക്ക സഭയുടെ ലഭ്യമായ സ്ഥിതിവിവര കണക്കുകൾ ഫീദസ് വാർത്താ ഏജൻസി പ്രസിദ്ധീകരിച്ചു. ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിൽ കത്തോലിക്കരുടെ എണ്ണം വർദ്ധിച്ചുവെന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് കണക്കുകളിൽ ഏറെ പ്രധാനം. ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ എന്നിവയാണ് മുന്നിലുള്ള 3 ഭൂഖണ്ഡങ്ങൾ. ലോകത്ത് ആകമാനം 0.1% വർധനവ് ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ആകെയുള്ള ജനസംഖ്യയുടെ 17.8% കത്തോലിക്കരാണുള്ളതെന്നും ഏജൻസിയുടെ കണക്കുകൾ എടുത്തു കാണിക്കുന്നു. കത്തോലിക്ക സഭയിലെ വൈദികരുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങളും ഏജൻസി പ്രസിദ്ധീകരിച്ചു. ആഫ്രിക്കയിലും ഏഷ്യയിലും മാത്രമാണ് വൈദികരുടെ എണ്ണം വർദ്ധിച്ചതെങ്കിൽ മറ്റ് ഭൂഖണ്ഡങ്ങളിൽ വൈദികരുടെ എണ്ണം നന്നേ കുറഞ്ഞുവെന്നുള്ള വിവരവും ഏജൻസി അറിയിച്ചു. ആഫ്രിക്കയിൽ മാത്രം കഴിഞ്ഞ വർഷങ്ങളിൽ 1451 വൈദികരും ഏഷ്യയിൽ 1145 വൈദികരും അഭിഷിക്തരായി. ഇപ്പോൾ കത്തോലിക്ക സഭയിൽ 4,06,996 വൈദികരാണ് സേവനം ചെയ്യുന്നത്. എന്നാൽ വൈദിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്യസ്ത സഭകളിലെയും രൂപതകളിലെയും അർത്തികളുടെ എണ്ണത്തിൽ ആഫ്രിക്കയിൽ മാത്രമാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത്. ആഗോളതലത്തിൽ 2226 അർത്തികൾ കുറഞ്ഞുവെന്ന വിവരവും ഏജൻസി പ്രസിദ്ധീകരിച്ചു. ആത്മാരായ മതബോധന അധ്യാപകരുടെയും മിഷണറിമാരുടെയും എണ്ണത്തിൽ അമേരിക്ക, ഏഷ്യ ഭൂഖണ്ഡങ്ങളിൽ ഗണ്യമായ വർധനവ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതായും സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏഷ്യയിൽ മാത്രം ആത്മായ മിഷണറിമാർ 48,444 ആളുകളും മത അധ്യാപകർ 3,72,533 ആളുകളുമാണെന്ന് കണക്കുകൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.